അപ്പോൾ തുടങ്ങിയല്ലേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്ത് മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ പ്രധാന കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച ചിത്രമാണ് തുടക്കം എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. കേരള കളക്ഷൻ 12 കോടിയും വേൾഡ് വൈഡ് കളക്ഷൻ 26 കോടിയും കടന്നു എന്നുള്ള വാർത്ത പങ്കുവച്ചാൽ, അങ്ങനെ മികച്ച രീതിയിൽ ബുക്കിങ്ങുമായിട്ട് മുന്നേറുന്ന തുടക്കം എന്ന ചിത്രം തിങ്കളാഴ്ച വീഴുമെന്നൊക്കെയായിരുന്നു എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നത്. ഈ ചിത്രം ഇഷ്ടപ്പെടുന്നവരല്ല, ചിത്രം ഇഷ്ടപ്പെടാത്ത ചില ആൾക്കാരുണ്ട്. അവരെല്ലാം പറഞ്ഞു ഞായറാഴ്ചത്തെ കളക്ഷനൊക്കെ അവിടെ നിൽക്കട്ടെ, തിങ്കളാഴ്ച ചിത്രം വീഴും എന്നൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. തിങ്കളാഴ്ചയും ചിത്രം വീണില്ല. ഏകദേശം 3 കോടിക്ക് മുകളിൽ തിങ്കളാഴ്ചയും കളക്ഷൻ നേടി, വേൾഡ് വൈഡ് കളക്ഷൻ. അതിനുശേഷം അവരുടെ പ്രതീക്ഷ ചൊവ്വാഴ്ച വീഴും എന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നു. ചൊവ്വാഴ്ച തിങ്കളാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ചൊവ്വാഴ്ച നേടും എന്നാണ് അറിയുന്നത്. കാരണം മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ചൊവ്വാഴ്ച കാണിക്കുന്നുണ്ട്. കാരണം തിങ്കളാഴ്ച ദിവസം 3000-4000 റേഞ്ചിലാണെങ്കിൽ ഇത് 4000 കഴിഞ്ഞ് ചില സമയത്ത് 5000 റേഞ്ചിലേക്കൊക്കെ കളക്ഷൻ മാറുന്നുണ്ട്. പ്രത്യേകിച്ച് നാളെ അവധി ദിവസമാണ്, കർക്കിടക വാവിൻ്റെ അവധി ദിവസമാണ്. നാളെയും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം തുടക്കം എന്ന ചിത്രത്തിൻ്റെ ട്രാക്കിംഗ് കളക്ഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ 1 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇപ്പം തന്നെ ട്രാക്കിംഗ്. അപ്പോൾ ഏകദേശം ഇന്നലത്തെ റേഞ്ചിൽ 1.5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തന്നെ ഇന്നും കേരള കളക്ഷനായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 3-3.5 കോടിയെങ്കിലും പ്രതീക്ഷിക്കുക. അപ്പോൾ ഇന്നുകൊണ്ട് ഏകദേശം 30 കോടി വേൾഡ് വൈഡ് കളക്ഷനും പിന്നിടും എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം എന്ന ചിത്രം വമ്പൻ ഹിറ്റിലേക്ക് നീങ്ങുന്നു ഉള്ള കാഴ്ചയാണ് കാണുന്നത്. കാരണം നാളെ കർക്കിടകവാവാണ്, പിന്നെ ശനി ഞായർ ദിവസങ്ങൾ വരും. പിന്നെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് 50 കോടി പിന്നിടുമോ എന്നുള്ള പ്രതീക്ഷ പലരും പങ്കുവെക്കുന്നത് കണ്ടു. പിന്നെ ബഡ്ജറ്റിനെ പറ്റി ചോദിക്കുന്നു. ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഞാനൊരു വേറൊരു വീഡിയോ ചെയ്യാം. അതിൻ്റെ കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് അറിയില്ല, ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ. ഇതിനിടയിൽ ഇതിൻ്റെ 50 കോടി പിന്നിടുമോ എന്നുള്ളതെല്ലാം പലരും സംശയം ഉന്നയിക്കുന്നത് കണ്ടു. അപ്പം 50 കോടി പിന്നിടും എന്ന് ഏകദേശം ഉറപ്പാണ്. പ്രത്യേകിച്ച് തിങ്കളാഴ്ച കൊണ്ട് 50 കോടി പിന്നിടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നാളെയും മികച്ച രീതിയിലുള്ള കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ശനി ഞായറും ഏതായാലും കിടക്കും എന്നുള്ള 100% ഉറപ്പാണ്. അങ്ങനെ തിങ്കളാഴ്ച കൊണ്ട് 50 കോടി പിന്നിടുന്ന ചിത്രമായി വിസ്മയ മോഹൻലാലിൻ്റെ ആദ്യ ചിത്രം തന്നെ മാറും എന്നുള്ളതാണ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും വമ്പൻ കളക്ഷൻ നേടിയ ചിത്രം 2026 ഇറങ്ങിയ ചിത്രങ്ങളിൽ മികച്ച വിജയം നേടുന്ന ഒരു ചിത്രമായിട്ട് തുടക്കം മാറും എന്ന് തന്നെയാണ് അറിയുന്നത്. ജൂഡ് ആൻ്റണി ജോസഫിനെ സംബന്ധിച്ച് അഭിമാനിക്കാനുള്ള നേട്ടമാണ്. കാരണം 2 പുതുമുഖങ്ങളെ വെച്ച് ചിത്രം വിജയിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം സായികുമാറും ഗണേശനും അങ്ങനെ നമുക്ക് പരിചിതരായ കുറച്ച് മുഖങ്ങൾ മാത്രമേ ഒരു ചിത്രത്തിലുള്ളൂ. പിന്നെ ലാലേട്ടൻ വന്നുപോയി എന്നുള്ളത് അഭിവാജ്യമായ ഘടകമാണ്. കാരണം അവരുടെ പ്രൊഡക്ഷൻ കമ്പനി, അതുപോലെ തന്നെ ലാലേട്ടൻ്റെ മകൾ അഭിനയിക്കുന്നു. അപ്പം ഒരു കൈത്താങ്ങായി അച്ഛനും കൂടെ നിന്നു. അതൊക്കെ ചിത്രത്തെ വളരെയധികം അനുകൂലമായി ബാധിച്ചു. ചിത്രം വൻ വിജയത്തിലേക്ക് നീങ്ങുന്നു. ഏതായാലും വിമർശകർക്ക് വീണ്ടും തല താഴ്ത്താം, ചിത്രം 50 കോടി കടക്കും എന്ന് 100% ഉറപ്പാണ്. പുതിയ കളക്ഷനും വിശേഷങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ.